നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ ചെറുമൂച്ചിക്കലിൽ ഇലക്ട്രിക് ബൈക്ക് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ്. ചെറുമൂച്ചിക്കലിലെ ഇ സ്പോർട്ട് ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിലാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ ഇലക്ട്രിക് ബൈക്ക് മോഷണം പോയത്. ഒഴൂരിൽ വെച്ച് താനൂർ പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടിയത്. ഒഴൂർ കോറാട് സ്വദേശി നൌഫലാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് താനൂർ പോലീസ് ഒഴൂരിൽ പട്രോളിംഗ് നടത്തുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഫാൻറ്റം പ്ലസ് മോഡൽ ഇലക്ട്രിക് ബൈക്കുമായി എത്തിയ യുവാവ് പോലീസിനെ കണ്ടതോടെ മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. സംശയം തോന്നിയ ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ചെറുമൂച്ചിക്കലിലെ ഷോറൂമിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണെന്ന് യുവാവ് സമ്മതിച്ചത്. നമ്മൾ നോൺ രജിസ്റ്റേർഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ ഷോറൂമാണ്. ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 മാസം കഴിയുന്നു. നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമാണ്. നമ്മുടെ ഷോറൂമിൽ റെഡിയാക്കി വെച്ചിരുന്ന പുതിയൊരു വണ്ടി ഷോറൂമിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ചിട്ട് വണ്ടി കൊണ്ടുപോവാണ് ചെയ്തത്. രാത്രി 3 മണിയോടുകൂടി നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസ് ടീമിന് വണ്ടി അവർക്ക് സംശയം തോന്നിയതിന്റെ പേരിൽ തടഞ്ഞു നിർത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു 5 മണിയോട് കൂടിയിട്ട് അവർ ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ രാവിലെ സ്റ്റേഷനിൽ പോയി. അവിടെ ഇയാളൊരു സ്ഥിരം പുള്ളിയാണെന്നാണ് പറഞ്ഞത്. വണ്ടി കൊണ്ടുപോയിട്ട് അവർ സംശയം തോന്നി അവർ ചോദ്യം ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. ഒഴൂർ സ്വദേശി നൌഫലാണ് അറസ്റ്റിലായത്. പ്രതി 13ഓളം മോഷണക്കേസിൽ പ്രതിയാണെന്ന് താനൂർ പോലീസ് പറയുന്നു. താനൂർ ഡിഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം CI ടോണി ജെ മറ്റം, SI മാരായ സുഖീഷ് കുമാർ, NR സുജിത്ത്, SCPമാരായ സുജിത്ത്, സമീർ, ഷൈൻ, ലിബിൻ, പ്രബീഷ്, രാകേഷ്, സന്തോഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പുലർച്ചെ 5 മണിയോടെയാണ് ഷോപ്പ് ഉടമയെ താനൂർ പോലീസ് വിവരം അറിയിച്ചത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂസ് താനൂർ.